Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. അപ്പൊ എന്തായാലും ഇന്ന് സ്റ്റാർസ് ഓൺ എയറിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന താരം നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട താരമാണ്. എസ്പെഷ്യലി എനിക്കൊന്ന് റേഡിയോ മലയാളം ഖത്തർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ മണിക്കൂറും കേൾക്കുന്ന ആ ജിങ്കിളിൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ വോയിസ് കേൾക്കാറുണ്ട്. ഇദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള അല്ലേ ആ ഒരു അതിന്റെ ഇനി ഒരു 2-3 പുതിയ വേർഷൻസ് ഒക്കെ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് ടു ടെൽ യു സംതിങ് പേഴ്സണലി. ഇപ്പം നമ്മൾ ഓരോ ആർജീസും എസ്പെഷ്യലി ഞാൻ പറയാം മോർണിംഗ് ആർജീസ് ഷോയിൽ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒക്കെ ഉറക്കം തൂങ്ങി ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ പറയുന്ന പോലെ നമ്മുടെ സൗണ്ടിലുള്ള എനർജി ഒന്നും ശരിക്കും നമുക്ക് ഉണ്ടാവില്ല. ബട്ട് ഈ ജിങ്കിള് കേൾക്കുമ്പോൾ ഒരു നമ്മളൊരു കാപ്പി കുടിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാപ്പി കുടിച്ച് കിട്ടുന്ന ഒരു ഉന്മേഷം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഉന്മേഷമാണ്. അത് ചെയ്ത സമയത്തും ആ ഒരു എനർജറ്റിക് രീതിയിൽ തന്നെ ഇരുന്നിട്ടാണ് അത് ചെയ്തത്. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ദ ട്രാക്ക് ഈസ് സ്റ്റിൽ ലവ്ഡ് ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ. അതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു ഫോർ ഗിവിംഗ് us something as amazing as that, because I think ഖത്തറിലുള്ള എല്ലാ മലയാളികൾ ഈവൻ കുട്ടികൾ ഉൾപ്പെടെ അത് എടുത്ത് പാടാറുണ്ട്. പല ഡിഫറെന്റ് വേർഷൻസ് ഒക്കെ നമ്മൾ അതിന്റെ കേൾക്കാറുണ്ട്. സോ ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു യു. അയ്യോ താങ്ക് യു. ഇറ്റ്സ് മൈ പ്ലഷർ, ഇറ്റ്സ് ആൻ ഓണർ. കാരണം ഇത്രയും അധികം ലിസണേഴ്സ് ഉള്ള ഒരു എന്താ പറയാ അവിടെയുള്ള ഏറ്റവും ആദ്യത്തെ ഒരു മലയാളം FM റേഡിയോ സ്റ്റേഷന്റെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ. ഐ എം വെരി പ്രൗഡ് ഇൻ ദാറ്റ് വേ ഓൾസോ. Thank you, and we have successfully celebrated our 8th year also this year. സൂപ്പർ. Thank you Hisham, thank you so much. അതുപോലെ എനിക്ക് പേഴ്സണലി എടുത്തു പറയാനുള്ള മറ്റൊരു യു ആർ ലൈക്ക് മൈ ലക്കി ചാം. ഓക്കെ, ബിക്കോസ് ഞാൻ സ്റ്റാർസ് ഓൺ എയർ ഇവിടെ ഖത്തറിൽ വന്നിട്ട് ഞാൻ ഈ ഒരു ഷോ ചെയ്ത് തുടങ്ങിയത് മൈ ഫസ്റ്റ് ഇന്റർവ്യൂ വാസ് വിത്ത് യു, ആൻഡ് നൗ ഐ എം and you know touch wood. It feels so good to speak to you again. എനിക്ക് ഒത്തിരി സന്തോഷം. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് ദ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമയാണ്. ലോട്ട്സ് ഓഫ് ലവ്, ലോട്ട് ഓഫ് വിഷസ് ആണ് ഈ ഒരു സിനിമയ്ക്കും ഇതിന്റെ പാട്ടുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ തുഷാര, ഇറ്റ്സ് ബീൻ വെരി ഭയങ്കര ഓവർവെൽമിംഗ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തില്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ടോക്സിക് റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആവട്ടെ, എന്ത് തരം റിലേഷൻഷിപ്പിൽ ഒരു രണ്ട് ആൾക്കാർ തമ്മിലുള്ള ബന്ധം വരുന്ന സമയത്ത് ഉണ്ടാവുന്ന പല കാര്യങ്ങൾക്കും ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഇറ്റ് ഹാസ് നൗ ബിക്കം ലൈക്ക് എ മൂവ്മെന്റ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പോയി ഈ സിനിമ കണ്ട് ഈ സിനിമേനെ എന്താ പറയാ, ദേ ആർ ടേക്കിംഗ് ദാറ്റ് ഫിലിം ആസ് ദെയർ ഓൺ. അപ്പൊ അതില് ഒരു ഭാഗമാവാൻ കഴിയാന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമാണ് അത് ആക്ച്വലി. Amazing. ഇത് ആക്ച്വലി ഒരു ഇന്റർവ്യൂല് I heard you say, I read that you said it is very close to your heart എന്നുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണോ the reason for that? No, this is very very close to my heart because ഈ ഫിലിമിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ ഹൈദരാബാദിൽ പോകുന്നത്. ഇൻഫാക്ട് ബിഫോർ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഖുഷി, ഈ സിനിമ ആയിരുന്നു ഞാൻ ആദ്യം കമ്മിറ്റ് ചെയ്തത് 2 years back. ബട്ട് ദെൻ ദിസ് കറങ്ങി തിരിഞ്ഞത് എന്റെ 6ാമത്തെ തെലുഗു ഫിലിമായി മാറി. സോ ദാറ്റ്സ് വെരി 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 ക്ലോസ് ടു മീ. പിന്നെ ഐ തിങ്ക് രശ്മികാന്റെ ഷൂട്ടിംഗ് ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാരണങ്ങളാൽ അത് ഡിലേ ആയി പോകുന്നുണ്ട്. പുഷ്പ ആനിമൽ വാസ് ഹാപ്പനിങ്. സോ ബട്ട് ഫൈനലി last week when the cinema got released, phenomenal ആയിട്ടുള്ള റെസ്പോൺസ് ആണ് വരുന്നത്. നമുക്ക് കൊച്ചിയിൽ ഒരു പ്രീമിയർ വെക്കാൻ പറ്റി. കൊച്ചിയിൽ കുറെ സിനിമാ താരങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് അവർക്കൊരു പ്രീമിയർ നമുക്ക് കൊടുക്കാൻ പറ്റി. So yeah, I'm very very glad that film is another feather on the cap. That's amazing. That's amazing. We are also very happy for you because like ഞാൻ നേരത്തെ പറഞ്ഞ പോലെ for us you are like one of us, you are family. So when family ക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ obviously ഭയങ്കര ഹാപ്പി ആവത്തില്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. താങ്ക്സ്. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ഇപ്പം റിലീസായിട്ടൊരു 4-5 ദിവസമേ ആവുന്നുള്ളൂ. I think you are the first person to call from outside India and talking about this. Oh, it really? means a lot to me. I feel special now. Always you are. ശരിക്കും ഈ ഒരു സിനിമയിലെ എല്ലാ സോങ്സും മൈൻഡ് ബ്ലോയിങ് ആണ്. ബട്ട് if you had to choose one personal favorite, there is a song, രണ്ട് സോങ്. ഒന്ന് നദിവേ എന്ന് പറഞ്ഞ ഒരു സോങ് ഉണ്ട്. Yes. And then the last song is there. അതൊരു ക്ലൈമാക്സ് ട്രാക്ക് ആണ്. നീരേ കഥ എന്ന് പറഞ്ഞ ഒരു ട്രാക്ക്. Okay. So those two are very close to me for this film because our രണ്ട് track comes ഒരു ഭയങ്കര ക്രൂഷ്യൽ ടൈമിലാണ് ആ രണ്ട് സോങ് ഫിലിമിൽ വരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ those two are very close to me. Very nice. Can I request you to sing 2 lines of Nadive? Nadive എന്റെ ഒരു ഫേവറേറ്റ് ആണ്. റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. more than happy to. പക്ഷെ തെലുഗു പാടാലോ അല്ലേ? പിന്നെ why not? വെനുവാരുനാ നിസിപൂസിനാ
వెలివేసిన మది వీడున గుండె కనుమూసిన విధి రాసిన కనకాలిపోవు నిజమైన నిను వదలకుమా వదలకుమా బెదురెరుగని బలమా నదివే నువ్వు నదివే నీ మార్పేరానుంది താങ്ക് യു ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ശരിക്കും ഗൂസ് ബംസ് വന്നു. ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹൃദയത്തിനെ കുറിച്ച് പറയാണ്. ഇപ്പൊ ഹൃദയം എന്ന് പറയുന്ന സിനിമ വാസ് അബൌട്ട് ലെറ്റ്സ് സേ നൊസ്റ്റാൾജിയ ആൻഡ് പ്യൂരിറ്റി. ഹായ് നാനാലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് വാംത്ത് ആൻഡ് ഇമോഷൻ. ഏതൊരു ഇമോഷണൽ കളർ ആയിരിക്കും അല്ലെങ്കിൽ ടെക്സ്ചർ ആയിരിക്കും ദ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ ഡിഫൈൻ ചെയ്യുന്നത് ഫോർ യു? ദി എബിലിറ്റി ടു സ്പീക്ക് your voice, നമ്മുടെ ഒരു inner voice ഉണ്ടാവുമല്ലോ. Yeah, so the ability, the courage to bring out your actual voice out there. You know, I think I would call this film like that. ഒരു അൾട്രാ കറേജിയസ് ആയിട്ടുള്ള ഒരു ആളായി മാറാൻ ഒരു പക്ഷേ ഈ സിനിമ, എനിക്കൊന്ന് സിനിമേന്റെ ഒക്കെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സിനിമകള് സെലിബ്രേറ്റ് ചെയ്യിപ്പിക്കപ്പെടുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് ഇപ്പം വൺ ഓഫ് ദ റിവ്യൂസ് ഒരു കുട്ടി, ഒരു പെൺകുട്ടി ആ സിനിമ ഗുജറാത്തിലെ ഒറ്റയ്ക്ക് കാണാൻ പോയി. അപ്പം അത് ഇന്ന സ്റ്റേറ്റ് എന്നില്ല, പക്ഷെ ഷീ വെന്റ് ടു വാച്ച് ദ ഫിലിം അലോൺ. തിയേറ്ററിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ പേടിയോട് കൂടെ ആ കുട്ടി കണ്ടിട്ട് ആ സിനിമ തീരുന്ന സമയത്ത് ഷീ വാസ് ടെല്ലിങ്, എനിക്കിനി ആരുടെ ആവശ്യമില്ല, ഞാൻ ധൈര്യപൂർവ്വം എന്റെ അടുത്ത് ഇതിന്റെ സംവിധായകൻ ഇരിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ദാറ്റ് എ ഫിലിം മേക്കർ ക്യാൻ ഗെറ്റ്. സോ ഐ തിങ്ക് എനിക്കും ഇപ്പൊ നമുക്കൊക്കെ ചില സിനിമകൾ നമ്മളെ ഇൻസ്പയർ ചെയ്യും, ലൈഫിലും ഇൻസ്പയർ ചെയ്യും. സോ ഈ സിനിമ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ടു ഫൈൻഡ് യുവർ ഇന്നർ വോയിസ് ആൻഡ് ബ്രിങ് ഇറ്റ് ഔട്ട്. That's so beautifully said also. അതാണ് എനിക്ക് ഈ സിനിമ. അടിപൊളി. Alright. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ രാഹുൽ രവീന്ദ്രൻ, I think you guys are collaborating together for the first time, if I'm not wrong. For the first time, yeah. He is Chinmay's husband. Yes. He is an actor himself, but yeah, this is our first collaboration. Okay. ജിഗ്ര എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? Yes. So fully his first film was പെല്ലിച്ചൂപ്പിലു എന്ന് പറയുന്ന ഒരു സിനിമ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പം ഇതിനൊക്കെ പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. സോ വർക്കിംഗ് വിത്ത് ഹിം ആസ് എ ഡയറക്ടർ, ഒരു മ്യൂസിക് കമ്പോസറിന്റെ അടുത്ത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു? അത് കേട്ടപ്പോ വാട്ട് വാസ് യുവർ ഫസ്റ്റ് തോട്ട് ലൈക്ക്? ഇപ്പം നമ്മള് മലയാളത്തിലും തമിഴും തെലുഗുലും ഒക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത്, ഫോർ മീ തെലുഗുവിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഡിഫറെന്റ് ഡയസ്പൊറയിൽ ഇരുന്നിട്ടായിരിക്കും കമ്പോസ് ചെയ്യുക. കാരണം അവിടുത്തെ ലാംഗ്വേജും അവിടുത്തെ ഗ്രാമർ, അവിടുത്തെ ഓഡിയൻസ്, the way how they want music has a typical nalla, but there is something else that they'll be expecting. അപ്പം ഇതിന് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് രാഹുൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, we don't want a very commercial, ഭയങ്കര കമേഴ്ഷ്യൽ ഒറ്റയടിക്ക് ഹിറ്റാവുന്ന അങ്ങനെയുള്ള സോങ് ഒന്നും അല്ല വേണ്ടത്. ഇറ്റ് ഹാസ് ടു ബി വെരി ടെൻഡർ, വെരി ബിറ്റർ സ്വീറ്റ് ആൻഡ് വെരി ക്ലോസ് ടു ദ സ്റ്റോറി ലൈൻ. അപ്പൊ അങ്ങനെയാണ് ഇതിലെ എല്ലാ സോങ്ങിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സോ ഇൻഫാക്ട് ഫിലിം റിലീസിന് ശേഷമാണ് ആൾക്കാര് ദേ ആർ കമ്മിങ് ബാക്ക് ആൻഡ് ഹിയറിംഗ് ദ സോങ്സ്. സോ നൗ ദ സോങ്സ് ആർ ബീങ് സെലിബ്രേറ്റഡ്, വിച്ച് ഇസ് ദി എക്സാക്ട് തിങ് ദാറ്റ് വി വാണ്ടഡ്. നമുക്ക് അത് തന്നെയായിരുന്നു വേണ്ടത്. സോ അങ്ങനെ അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക്. ഹി ഈസ് വെരി വെരി മെച്യൂർ, ഈസ് എ ജെന്റിൽമാൻ. So working with Rahul has been wonderful. That's lovely too. And even Chinmay ma'am has sung, I think, 2 songs in the song. She has sung one song, Aim Jargutundi. She has sung one song. Working with her also was great. I mean also, fantabulous actors. Rashmika Anandilum, Rashmika is like, in one time itself, she is shooting for 3 or 4 films at one single time. So when you see the hard work put on is, it's intact. Amazing. Very commendable. മ്യൂസിക്കിന് ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല എന്ന് പലതവണ ഹിഷാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ മറ്റൊരു ഭാഷയിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ തെലുഗുവിൽ കമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും യു ആർ ഓൾസോ കൺവേർട്ടിംഗ് ദാറ്റ് ഇൻ ടു ഡിഫറെന്റ് ലാംഗ്വേജസ്. ഇപ്പം തെലുഗുവിൽ നിന്നും മലയാളത്തിലേക്കും ഡബ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ക്വൈറ്റ് ചാലഞ്ചിങ്. നമ്മൾ ആലോചിക്കുമ്പോൾ ആസ് എ ലേമൻ നമ്മൾ ആലോചിക്കുമ്പോൾ ഇറ്റ് ഇസ് ക്വൈറ്റ് ചാലഞ്ചിങ്. എങ്ങനെയാണ് ആ ഒരു ചാലഞ്ചിനെ നേരിടുന്നത്? ഇപ്പം ആ ഒരു ഭാഷയിൽ യു മൈറ്റ് നോട്ട് ബി സോ ഫ്ലുവന്റ് ഓൾസോ, പക്ഷെ അങ്ങനത്തെ ഒരു സമയത്ത് എങ്ങനെയാണ് അതിനെ ആ ഒരു കോംപ്ലിക്കേഷനെ അത് സോൾവ് ചെയ്യുന്നത്?
Yeah, I think, basically, music has no language barriers. പക്ഷേ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഐ മേക്ക് ഷുവർ ഏത് ലാംഗ്വേജിനാണോ ആദ്യം കമ്പോസ് ചെയ്യുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റെ ഒരു വേ ഓഫ് വർക്കിംഗ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മള് തെലുഗു ചെയ്യുമ്പോൾ തെലുഗുവിൽ ഇറ്റ് ഹാസ് ടു സൗണ്ട് ബ്യൂട്ടിഫുൾ ഇൻ തെലുഗു. And I think the rest will fall in place. പിന്നെ നമ്മളത് മലയാളം ആക്കുമ്പോഴും തമിഴ് ആക്കുമ്പോഴും ഒക്കെ it will fall in places what I think. പിന്നെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇതളേ നീ എന്ന് പറഞ്ഞ സോങ് ഉണ്ട് ഹൈനാനയില്. അടിക എന്ന് പറഞ്ഞ സോങ് ആണ് തെലുഗുവില് കാർത്തിക് പാടിയിട്ടുള്ളത്. ഇതളേ നജീം പാടി. അപ്പോ എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു ഈ സോങ് മലയാളത്തിലും ഇത്രയും എന്താ പറയാ ഇത്രയും വലിയ വൈഡ് സ്പ്രെഡ് ആയിട്ട് ആ ട്രാക്ക് പോകുന്ന എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് ഐ ഹാവ് കമ്പോസ് ദ തെലുഗു വേർഷൻ. പിന്നെ അത് മലയാളത്തിൽ അരുൺ നല്ല ലിറിക്സ് ഒക്കെ എഴുതിയപ്പോ ഐ തിങ്ക് പീപ്പിൾ ജസ്റ്റ് വെൽക്കംഡ് ഇറ്റ്. നജീം പാടി നല്ലപോലെ പാടി. സോ ഇപ്പം ഞാൻ ഖുഷിയില് ട്രാക്ക് ചെയ്തിട്ടുള്ള നാറോജാനുവേ എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. അപ്പൊ അത് തമിഴിലും തെലുഗുവിലും എല്ലാ ഭാഷയിലും അത് ഹിറ്റായി. സോ ഐ തിങ്ക് നമ്മൾ ഏത് ലാംഗ്വേജിലാണോ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് അതിൽ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ അറൗണ്ട്, ഇറ്റ് വിൽ ഡു ഇറ്റ്സ് ട്രാവൽ. അതിന്റെ ഒരു ജേർണി ഉണ്ടാവും ആ സോങ്ങിന്. ഇത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഇതളെ എന്നുള്ള പാട്ട് കേൾക്കാൻ തോന്നിയത് രണ്ടുപേരും പാടിത്തരാമോ നമുക്ക്? ഷുവർ. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നൗനത്തെങ്ങും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരാമോഹത്തുമ്പാലേ ഇനിയും നിന്നുള്ളം നോവല്ലേ അകലെ കനവിനരികെ ഇരുവഴികളെ മനസ്സൊഴുകവേ മൂക്കിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ പടരും എൻ സ്നേഹത്തിൽ പാടെ മായ്ക്കാതെ അകമേ ആളുന്ന തീയിൽ അർത്ഥം കാണാതെ എങ്ങെങ്ങും മായല്ലേ. താങ്ക് യു. ദിസ് സോങ് ഇസ് ഒരു എന്താ പറയാ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും, ഒരു ജയന്റ് ഹഗ് പോലെയാണ്, ഒരു വാം ജയന്റ് ഹഗ്. Hugs to all those who hugs to all of them who are touched by this song. കാരണം അത് തന്നെയാണ് എന്റെ പേർപ്പസ്. when I'm composing this എന്റെ സൊളേസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കമ്പോസ് ചെയ്യുന്നത്. and ultimately it becomes part of the film and then it comes to നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റുന്നു. So huge hugs and loves to everyone. Thank you very much. റൊമാൻറ്റിക് ആൻഡ് ഫീൽ ഗുഡിനപ്പുറം ഹിഷാം അബ്ദുൽ വഹാബ് എന്ന കമ്പോസർ നമുക്ക് കുറച്ച് ചില്ലിംഗ് ആയിട്ടുള്ള മ്യൂസിക്കും സമ്മാനിച്ചിട്ടുണ്ട്. ഐ എം സ്പീക്കിംഗ് അബൌട്ട് കേരള ക്രൈം ഫയൽസ്. ഒബ്വിയസ്ലി അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? കേരള ക്രൈം ഫയൽസ് വാസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ഫോർ മീ വർക്ക് വൈസ് ആണെങ്കിലും the way how the series was, especially part 1 and part 2 was little intense. അതെ correct. അപ്പം അതിന്റെ സ്റ്റോറി ലൈൻ വാസ് കണ്ടിന്യൂസ്ലി നമുക്ക് ഭയങ്കര സ്ട്രെസ് തരുന്ന, മെന്റലി സ്ട്രെസ്ഡ് ആയിരുന്നു ആക്ച്വലി ആ സീരീസ് ചെയ്യുന്ന സമയത്ത്. വർക്ക് ഫ്ലോ വാസ് സൂപ്പർ. വർക്കിംഗ് വിത്ത് അഹമ്മദ് കബീർ ഹാസ് ബീൻ വെരി വെരി അമേസിംഗ്. ഇൻഫാക്ട് നെക്സ്റ്റ് മലയാളം ഫിലിമും നമ്മൾ തന്നെയാണ് കൊളാബറേറ്റ്. സോ വർക്കിംഗ് വിത്ത് ഹിം വാസ് ഗ്രേറ്റ്. പക്ഷേ ഇറ്റ് വാസ് വെരി നൈസ് ഫോർ മീ, കാരണം ഞാൻ ചെയ്ത മറ്റുള്ള ഫിലിംസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ത്രില്ലർ, ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ ആൻഡ് ഇറ്റ് വാസ് എ സീരീസ്. അപ്പൊ എനിക്കും കുറച്ച് സെൽഫ് എക്സ്പ്ലോറേഷൻ ആയിരുന്നു. ഇറ്റ് വാസ് ഗ്രേറ്റ് തുഷാര. ഇറ്റ് വാസ് അമേസിംഗ് ടു വർക്ക് ഇൻ ദാറ്റ് സീരീസ്. ഹിഷാം, ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു സോങ് കമ്പോസിഷന്റെ ഭാഗമായിട്ട് സെറ്റിലേക്ക് ട്രാവൽ ചെയ്യാറുണ്ട് എന്നുള്ളത്. ആസ് എ കമ്പോസർ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഐ തിങ്ക് ദിസ് ഓൾ ഡിപെൻഡ്സ് ആസ് ടു വാട്ട് പ്രോജക്ട് യു ആർ വർക്കിംഗ്. നമ്മൾ എന്ത് പ്രോജക്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഹൈ എന്താണ്, നമുക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ തരുമോ, നമുക്കതൊരു നല്ല റിസൾട്ട് തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി. ഇപ്പൊ ഞാൻ പോയിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ഖുഷീന്റെ സമയത്ത് ആരാധിക എന്ന് പറഞ്ഞ സോങ് കമ്പോസ് ചെയ്യാൻ ഐ ഹാവ് ഗോൺ ടു കാശ്മീർ. ഞാൻ ഐ ഹാവ് ട്രാവൽഡ് എൽസ്വെയർ വിത്ത് ദ ഡയറക്ടർ. ഇപ്പോ നൗ ഐ എം ഇൻ ബോംബെ. അപ്പൊ എനിക്ക് ഇവിടെ 1-2 വർക്ക് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഒഫീഷ്യലി അനൗൺസ്ഡ്. അപ്പം അതിന്റെ വർക്കിന് വേണ്ടിയിട്ട് ഐ എം സ്റ്റേയിങ് ബാക്ക് ഇൻ മുംബൈ. അപ്പം എനിക്ക് തോന്നുന്നു സംടൈംസ് പ്ലേസസ്, സ്ഥലങ്ങള്, നമ്മള് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ജൂറിസ്ഡിക്ഷനിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അസ്. നമുക്ക് വർക്കിനെ അത് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം ആക്ച്വലി. ഇനി ഒരു ചിന്ന റാപ്പിഡ് ഫയർ റൗണ്ട്. ഓക്കെ,
Sure. സോ ആദ്യം ഞാൻ കുറച്ച് ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. യു ഹാവ് ടു ചൂസ് വൺ ഓഫ് ഇറ്റ്. ഓക്കെ. Okay. റൊമാൻസ് ആൻഡ് ഫീൽ ഗുഡ് ഓർ ക്രൈം ത്രില്ലേഴ്സ്? Romance. ഓക്കെ, അത് ഒന്ന് ചിന്തിക്ക് പോലും വേണ്ട എനിക്ക് ഇന്നൊക്കെ. No. ഓക്കെ, ലിറിക്സ് ഫസ്റ്റ് ഓർ ട്യൂൺ ഫസ്റ്റ്? It's mutual. ചില നേരത്തെ ട്യൂൺ will happen. Okay. Then you write the lyrics. ചില നേരത്തെ ലിറിക് ആദ്യം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ട്യൂൺ ചെയ്യാനും പറ്റും. All right. Okay. So yeah. Okay. Composing for an art film or composing for a mass entertainer? Art film. Okay, nice. One instrument you cannot live without, keyboard or guitar? Piano, keyboard. കീബോർഡ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ദിസ് ഓർ ദാറ്റ് കഴിഞ്ഞു. ഇനി കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് അല്ലെങ്കിൽ ഫീൽ ഗുഡ് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ക്രൈം ത്രില്ലേഴ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ജോണർ ദാറ്റ് യു വുഡ് ലവ് ടു എക്സ്പ്ലോർ നെക്സ്റ്റ്? Horror film. എന്തോ? Horror films. ഓക്കെ. ഈ റീസെന്റ് കണ്ട ഏതെങ്കിലും ഹൊറർ ഫിലിം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പം ഡൈസിറെ ഐ എം ഹ്യൂജ് ഫാൻ ഓഫ് രാഹുൽ ആൻഡ് വി സ്പീക്ക് വെരി ഓഫൻ. അപ്പം ഡൈസിറെ അതിന്റെ പ്രിവ്യൂവിന് വിളിച്ചപ്പോ പോകാൻ പറ്റിയില്ല, പക്ഷെ അത് ഹ്യൂജ് ഫാൻ ഓഫ് ദാറ്റ് ഫിലിം. അടിപൊളി. What Christo has done, what Rahul, what Pranav has done is amazing. Correct. അടിപൊളി. ഓൾറൈറ്റ്. ഒരു അതായത് ഹിഷാം എന്ന കമ്പോസറിന്റെ കംഫർട്ട് സോണിനെ കംപ്ലീറ്റ്ലി ചാലഞ്ച് ചെയ്തൊരു ഫിലിം ഉണ്ടോ? I think I know the answer to this. Kerala Crime Files season 2. I was going to say, I think I know the answer to this. Okay. All right. Okay. ഏറ്റവും മ്യൂസിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഏതാണ്? Bitter sweet. Okay. All right. Okay. Yeah, bitter sweet. അതായത് നമുക്ക് ഒരു വിഷമമുണ്ട്, പക്ഷെ എന്നാ യു ഹാവ് ഹോപ്പ്. മനസ്സിലായില്ലേ? അപ്പം ഒരു നമുക്ക് ലൈറ്റ് ഉണ്ട്, നമുക്ക് ഫ്രണ്ടില് യു നോ ദാറ്റ് ലൈഫ് ഇസ് ദയർ, ജീവിതം ബാക്കിയുണ്ട്. അത് മ്യൂസിക്കിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര പാടാ. അത് കുറച്ച് ടൈം എടുക്കും. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷനോ? ലവ് സോങ് ആണ്. ഓക്കെ. റീസെന്റ്ലി ഇറങ്ങിയ ഒരു പാട്ട് ദാറ്റ് യു ഹാവ് ബീൻ ലൂപ്പിംഗ് ഓൺ? റീസെന്റ്ലി ഓക്കെ, റൈറ്റ് നൗ ടു ബി വെരി വെരി ഓണസ്റ്റ്, അത് ചിലപ്പോ അൺബിലീവബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസമായിട്ട് ഞാൻ കമ്പോസ് ചെയ്ത റിലീസിന് ഇരിക്കുന്ന ഒരു ട്രാക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. So it's not in Malayalam, it's not in Telugu, it's not in Kannada, and it's not in Tamil. Is it in Hindi? Okay, I'll leave it to the audience. Okay. Open-ended ആണോ? Yeah, open-ended ആണ്. Okay. അപ്പൊ അതിനായിട്ട് ഞാൻ ഇനിയും വിളിക്കുന്നുണ്ട് ഹിഷാമിനെ, ആ open-ended suspense പൊട്ടിക്കുമ്പോ. Anyway, that film will release in Qatar, so I am very happy. That's nice. Okay. അപ്പൊ ആ സസ്പെൻസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതെ. Alright. And finally, ഹിഷാം എന്ന കമ്പോസറിന്റെ എൻറ്റയർ മ്യൂസിക് ജേർണി സോ ഫാർ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ഒരു പാട്ടിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പാട്ടായിരിക്കും അത്? ഏജോ ദേശ് ഹേതര. Swades. Oh my God, that's a lovely song. It's just like how the posters where Shah Rukh Khan is sitting in a boat with a lot of people and traveling. Wow. So that's how my life is right now. Oh, that's beautiful. Even now. അതുപോലെ എനിക്ക് തോന്നുന്നു കദംബട എന്ന് പറയുന്ന ആ ഒരു കദംബട ഇസ് അഗൈൻ ഭയങ്കര ഒരു കംഫർട്ടിങ് ഒരു. അപ്പൊ ഹിഷാം നമുക്ക് വേണ്ടിയിട്ട് ആ പാട്ടിന്റെ ഒരു 2 വരിയും കൂടെ പാടിത്തരാമോ? ജീവന്റെ നൃത്തം പോലെ ഓരോരോ പൂവും പുല്ലും ഇലേ തീരാത്ത കാവ്യം പോലെ വാ വേനൽ മാറും വർഷം പെയ്യും ഉഷസന്ധ്യകളാ മനസ്സേ പാടൂ തളരാതീനാ തുടരാം യാത്ര. താങ്ക് യു ഹിഷാം. ഐ തിങ്ക് ഈ ഇന്റർവ്യൂ ഫിനിഷ് ചെയ്യുന്നതിന്റെ ക്ലോസ് ചെയ്യുന്നതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോങ് കൂടിയായിരുന്നു. താങ്ക് യു ഹിഷാം, നമ്മുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്തിട്ട്. only and only love for you. Thank you, Tushara, and all those who are watching. So much love to all of you. Keep supporting my music. Thank you, Tushara. Thank you, Hisham. Thank you so much. Thank you, Tushara. അപ്പൊ എന്തായാലും ഇന്ന് സ്റ്റാർസ് ഓൺ എയറിലൂടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹിഷാം അബ്ദുൽ വഹാബ് ആയിരുന്നു നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു സെലിബ്രിറ്റിയും കുറേയധികം വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. Till then, stay tuned and keep listening to Radio Malayalam 98.6. കൂടെയുണ്ട് RJ തുഷാര.